എല്ലാ കൂട്ടുകാർക്കും സുനി സ്നെയിലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുറുമ ഉണ്ടാക്കിയാലോ? ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം, 1 തക്കാളിപ്പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, അത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇത് നന്നായി ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുത്ത് വരുമ്പോൾ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ സമയം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴഞ്ഞു വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണിത്. ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി എന്ത് തന്നെ പലഹാരം ആയിക്കോട്ടെ അതിൻ്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മുട്ടക്കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.